എല്ലാവർക്കും അല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജിംഖാന, തുടരും, ഗെറ്റ് സെറ്റ് ബേബി, ഹണ്ട് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഡോർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹൊറർ സിനിമയാണ്. ഭാവനയാണ് സിനിമയിലെ നായിക. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ ഡോർ എന്ന സിനിമ ഇന്ന് സിംപ്ലി സൗത്തിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഗീതാഞ്ജലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹൊറർ സിനിമയാണ്. ഈ സിനിമ നേരത്തെ OTT റിലീസ് ചെയ്തതാണ്. ഗീതാഞ്ജലിയുടെ മലയാളം വെർഷൻ ഇന്ന് സിംപ്ലി സൗത്തിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പറന്നു പറന്ന് ചെല്ലാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഭരത് വിജയരാഘവനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വന്നിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് മനമേ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ തമിഴ് വെർഷൻ ഇന്ന് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു സർക്കിട്ട്. സിനിമയ്ക്ക് നല്ല അഭിപ്രായം തിയേറ്ററിൽ നിന്ന് ലഭിച്ചുവെങ്കിലും സർക്കിട്ട് സിനിമ പരാജയപ്പെട്ടിരിക്കുകയാണ്. സിനിമയ്ക്ക് കളക്ഷൻ ലഭിച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ സിനിമ തിയേറ്ററിൽ നിന്ന് വാഷ് ഔട്ടായി. ഇപ്പോഴിതാ സർക്കിറ്റ് സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് സർക്കിറ്റിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ മാസം തന്നെ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസ്കർ, അന്ന റെജി, റായലക്ഷ്മിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് DNA സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഈ സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. കമ്മീഷൻ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. മെയ് മാസം 30 മുന്നേ DNA എന്ന സിനിമ മനോരമ മാക്സിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് അഭിലാഷം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. സൈജ് കുറുപ്പാണ് സിനിമയിലെ നായകൻ. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് അഭിലാഷം സ്വന്തമാക്കിയത്. ഈ സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസം 28 മുന്നേ അഭിലാഷ സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ചെക്ക്മേറ്റ് ഒരു ത്രില്ലർ സിനിമയാണ്. അനൂപ് മേനോൻ, ലാലാണ് ചെക്ക്മേറ്റിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. ഈ മാസം 30 മുന്നേ ചെക്ക്മേറ്റിന്റെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഞാൻ കണ്ടത് സാറേ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രജിത്താണ് സിനിമയിലെ നായകൻ. ഇതൊരു ത്രില്ലർ സിനിമയാണ്. മനോരമ മാക്സ് ആണ് ഞാൻ കണ്ടത് സാറേ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മീഷൻ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ മാസം ലാസ്റ്റ് വീക്കിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ബസൂക്ക. ഇതൊരു മാസ് മൂവിയാണ്. ബസൂക്ക തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. എവറേജ് അഭിപ്രായമാണ് ബസൂക്ക നേടിയെടുത്തത്. സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. C5 ആണ് ബസൂക്ക സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 30 മുന്നേ C5ൽ ബസൂക്ക സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിഖില വിമൽ, ഉണ്ണിമുകുന്ദനാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. അത്യാവശ്യം നല്ല രീതിയിൽ സിനിമ തിയേറ്ററുകളിൽ ഓടിയിട്ടുണ്ടായിരുന്നു. ഗെറ്റ് സെറ്റ് ബേബി ഇപ്പോൾ OTT റിലീസിന് ഒരുങ്ങുകയാണ്. മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ വീക്ക് സർപ്രൈസ് ആയിട്ട് മനോരമ മാക്സിൽ റിലീസാവുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല രീതിയിൽ ഹിറ്റായ സിനിമയാണ് ജിംഖാന. നാസിലിനാണ് സിനിമയിലെ നായകൻ. അതുപോലെ ലുക്മാൻ അടക്കം ഒരുപാട് യുവതാരങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഖാലിദ് റഹ്മാനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ജിംഖാനയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് ജിംഖാനയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ മെയ് മാസം 25 ആമസോൺ പ്രൈമിൽ റിലീസാവുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തുടരുമെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മോഹൻലാലിന്റെ അടുപ്പിച്ച് രണ്ടാമത്തെ സിനിമയാണ് 200 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. തുടരുമെന്ന സിനിമ അത്രയ്ക്കും ഹിറ്റായിട്ടുണ്ടായിരുന്നു. തരുൺ മൂർത്തിയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. തുടരും സിനിമയിലെ ജോർജ് സാറിനെ ആരാധകർ രണ്ടു കൈ നീട്ടി സ്വീകരിച്ചു. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് സിനിമ ഇറക്കിയത്. തുടരും സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം ഏഷ്യാനെറ്റും OTT അവകാശം ഹോട്ട്സ്റ്റാറുമാണ് വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 30 ജിയോ ഹോട്ട്സ്റ്റാറിലാണ് തുടരും സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് കാത്തിരുന്ന് ആരാധകർക്കും അടുത്തു. എന്നാൽ ഇപ്പോൾ ഹണ്ട് സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്.
അടുത്ത വീക്കാണ് ഹണ്ട് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. ഭാവനയാണ് ഹണ്ട് സിനിമയിലെ നായിക. ഹണ്ട് ഒരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടുവെങ്കിലും OTTക്ക് ഭയങ്കര ഡിമാൻഡാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഹണ്ട് സിനിമയുടെ OTT വിറ്റുപോയിരിക്കുന്നത്. മെയ് മാസം 23-ന് മനോരമ മാക്സിലാണ് ഹണ്ട് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി. അതുകൊണ്ട് തന്നെ ഇനി തീയതി മാറ്റാൻ സാധ്യതയില്ല. കറക്റ്റ് ആ ഡേറ്റിൽ തന്നെ ഹണ്ട് റിലീസാവും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.